الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ما كان لبشر أن يؤتيه الله الكتاب والحكم والنبوة ثم يقول للناس كونوا عبادا لي من دون الله ولكن كونوا ربانيين بما كنتم تعلمون الكتاب وبما كنتم تدرسون. ബഹുമാന്യരായ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിക്കണമേ എന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. സൂറത്തു ആല ഇമ്രാനിലെ 79-ാമത്തെ ആയത്താണ് ഖുതുബയുടെ വിഷയം കേൾപ്പിക്കാൻ വേണ്ടി മുൻപിലേക്ക് വച്ചിട്ടുള്ളത്. വളരെ ശക്തമായ ഗംഭീരമായ കുറേ ആശയങ്ങളെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പകർന്നു നൽകുന്നുണ്ട്. അള്ളാഹുവിൻ്റെ അടുക്കൽ നുബൂവത്ത് കിട്ടിയ ഒരു പ്രവാചകൻ, ആ നുബൂവത്തിൻ്റെ അനുയോജ്യമായ അനുസൃതമായ രീതിയിൽ ഒരു വേദഗ്രന്ഥവും അതേപോലെ തന്നെ ആ വേദഗ്രന്ഥത്തിൻ്റെ വിശദീകരണമായിക്കൊണ്ട് ഹുക്കുമും ലഭ്യമായിട്ടുള്ള ഏതൊരു മനുഷ്യനാവട്ടെ അല്ലെങ്കിൽ ഏതൊരു പ്രവാചകനാവട്ടെ, ബഷർ എന്ന വാക്കാണ് അള്ളാഹു ഉപയോഗിച്ചത്. പ്രവാചകനെ കുറിച്ചാണ്, പ്രവാചകന്മാരിൽപ്പെട്ട ഏതെങ്കിലും ഒരു പ്രവാചകനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ആളോട് അള്ളാഹു നൽകുന്ന ഒരു കൽപ്പന, അതാണ് ആയത്തിലുള്ളത്. ഈ കൽപ്പനയുടെ പ്രധാന ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ, ആ പ്രവാചകന്മാരിൽ ഒരാളും തന്നെ അള്ളാഹുവിൻ്റെ നുബുവത്ത് കിട്ടിയ, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വേദഗ്രന്ഥം കിട്ടിയ, ആ വേദഗ്രന്ഥത്തിൻ്റെ വിശദീകരണം അനുസരിച്ച് ജനങ്ങളെ ഉത്ബോധിപ്പിക്കേണ്ടവനായ അല്ലെങ്കിൽ ഉത്ബോധിപ്പിക്കേണ്ട പ്രവാചകനായിട്ടുള്ള ഒരാൾ, ആ പ്രവാചകരിൽ ഒരാളും തന്നെ പറയാൻ പാടില്ലാത്ത ഒരു കൽപ്പന. എന്താണ് പറയാൻ പാടില്ലാത്തതെന്നറിയോ? നിങ്ങൾ പറയരുത് അൻ യഖൂല ലിന്നാസി സുമ്മ യഖൂല ലിന്നാസി കൂനൂ ഇബാദൻ ലീ മിൻ ദൂനില്ലാഹ് എന്ന് പറയാൻ പാടില്ല എന്ന്. അള്ളാഹുവിന് പുറമെ നിങ്ങൾ എൻ്റെ അടിയാന്മാരാവുക എന്നുള്ള വർത്തമാനം പറയരുത്. നേർക്കുനേരെ പറഞ്ഞാൽ, ഞാൻ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങൾ അങ്ങോട്ട് കേട്ടാൽ മതി എന്ന് പറയുന്ന രീതിയിൽ ഉള്ള ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടാകരുത്. അങ്ങനെ ഒരു പ്രവാചകനെ അല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുള്ളത്. മറിച്ച് അടിസ്ഥാനപരമായി വേദഗ്രന്ഥമുണ്ട്, ആ വേദഗ്രന്ഥത്തിന്റെ വിശദീകരണമായിട്ടുള്ള ഹുക്കുമുണ്ട്. ആ ഹുക്കുമിനെ അള്ളാഹുവിന്റെ ദാസന്മാരിലേക്ക് എത്തിക്കാൻ തക്കതായ രീതിയിലുള്ള നുബുവത്തുണ്ട്.
അത് വെച്ചുകൊണ്ട് വേണം, അതിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ, ജനങ്ങളെ ഉത്ബോധിപ്പിക്കാൻ. അപ്പൊ കൂനു ഇബാദൻ ലീ എന്ന് പറഞ്ഞുകൂടാ എന്നുള്ളതാണ്. എന്നിട്ട് പിന്നെ പറയേണ്ടത് എന്താന്നുള്ളത് അതാണ് ശ്രദ്ധേയമായ കാര്യം. വലാകിൻ കൂനു റബ്ബാനിയീൻ, നിങ്ങൾ റബ്ബാനികളാവുക എന്നതായിരിക്കണം ജനങ്ങളോട് പറയേണ്ടത്. അപ്പൊ ജനങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ നിന്ന്, പ്രവാചകന്മാരിൽപ്പെട്ട ഏതൊരു പ്രവാചകനാവട്ടെ, അവരിൽ നിന്ന് കിട്ടിയ ഉത്ബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താകണം എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാകുന്നു നാം ഓരോരുത്തരും റബ്ബാനികളാവണം. നമ്മൾ ഒരിക്കലും ഏതെങ്കിലും ഒന്നിന്റെ ഇബാദുകൾ ആകരുത്. ഏതെങ്കിലും ഒന്നിന്റെ ഇബാദുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻപിൽ നമ്മളിങ്ങനെ ശീലിച്ചു പോന്ന ശീലങ്ങളുടെ ഇബാദുകളാകരുത്, നമ്മുടെ സമ്പ്രദായങ്ങളുടെ ഇബാദുകളാകരുത്. അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് എങ്ങനെയായിരിക്കണം പിന്നെ റബ്ബാനികളാകേണ്ടത് എന്ന് ചോദിച്ചാൽ ബിമാ കുൻതും തുഅല്ലിമൂനൽ കിതാബ വബിമാ കുൻതും തദറുസൂൻ. ആ പ്രവാചകന്മാർ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഇൽമ കൊടുക്കുക, പകർന്നു കൊടുക്കുക, അൽ കിതാബ് പകർന്നു കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം റബ്ബാനികളാകേണ്ടത്. ആ പ്രവാചകന്മാർ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഈ കിതാബിനെ വിശദീകരിച്ചു കൊടുക്കുന്ന ദിറാസത്ത്, ആ ദിറാസത്ത് നൽകുന്നതിന്റെ അടിസ്ഥാനത്തിൽ, അധ്യാപനങ്ങൾ പകർന്നു കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ജനങ്ങളോട് നിങ്ങൾ റബ്ബാനികളാവുക എന്ന് പറയേണ്ടത്. ഇതാണ് ഈ ആയത്തിലെ 79 സൂറത്തു ആല ഇംറാൻ 3-ാമത്തെ സൂറത്തിൽ 79-ാമത്തെ ആയത്തിൽ പഠിപ്പിക്കുന്നത്. അപ്പൊ കൂനു ഇബാദൻ ലീ മിൻ ദൂനില്ലാ എന്ന് പറയരുത്, പറയേണ്ടത് വലാകിൻ കൂനു റബ്ബാനിയീന ബിമാ കുൻതും തുഅല്ലിമുൽ കിതാബ വബിമാ കുൻതും തദറുസൂൻ, അതായിരിക്കണം പറയേണ്ടത്. അപ്പോ ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ ഒന്നിങ്ങനെ വിശദീകരിക്കുമ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ ഈ ഒരു ജുമഅയിൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ഒരു കാര്യം ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, നമ്മൾ റബ്ബാനികളാകണം. അള്ളാഹുവിന്റെ കിതാബിന്റെ അടിസ്ഥാനത്തിൽ, ആ കിതാബിൽ നിന്ന് കിട്ടിയിട്ടുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ റബ്ബാനികളാകണം. പ്രവാചകന്മാരുടെ ദൗത്യം അതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദൗത്യം നിർവഹിച്ചു തന്നു. നമ്മുടെ മുൻപിൽ അള്ളാഹുവിന്റെ കിതാബുണ്ട്. അള്ളാഹുവിന്റെ കിതാബിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ അധ്യാപനങ്ങളുണ്ട്. ആ അധ്യാപനങ്ങൾ സ്വീകരിക്കുന്ന ആളുകൾ, പ്രവാചകന്റെ ഉത്ബോധനം സ്വീകരിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ദൗത്യം നമ്മൾ റബ്ബാനികളാകണം. അപ്പൊ റബ്ബാനികളാകുന്നവർ ഒരിക്കലും ഒന്നിന്റെയും അടിമകളായി ആ അടിമത്വം അത് തീരുന്നതോടുകൂടി അവസാനിക്കുന്നവരാകരുത്. എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി പറയാം, റബ്ബാനിയീൻ ആവണം, ലാ റമദാനിയീൻ, റമദാനികൾ ആകരുത് എന്നുള്ളതാണ് ആശയം. റമദാനികളാകരുത്. റമദാനികളായ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ റമദാനിൽ ഇങ്ങനെ അങ്ങോട്ട് വലിയ ഉയർച്ചയോടുകൂടി ഇങ്ങോട്ട് വരും എന്ന് അതോടുകൂടി റമദാൻ പോകുന്നതോടുകൂടി അതൊക്കെ അതോടുകൂടി അസ്തമിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ റബ്ബാനികളാകണം എന്നുള്ള ഈ ആയത്ത് ഇപ്പോൾ വളരെ സാന്ദർഭികമായി ശ്രദ്ധേയമാണ്. ആ ഒരു ആശയം തന്നെയായിരിക്കണം ഇന്നത്തെ ജുമുഅയിൽ നമ്മൾക്ക് ഏറ്റെടുക്കാനുണ്ടാകേണ്ടത്. നമ്മുടെ ഒരു നിത്യജീവിതത്തിന്റെ ഒരു ഉണർവ് എന്നുള്ള നിലക്ക്, ഈമാനികമായ ഉണർവ്, ഇസ്ലാമികമായ ഉണർവ് എന്നുള്ള നിലക്ക് നമ്മൾക്ക് ഏറ്റെടുക്കാനുള്ള ഒരു ആശയം അതായിരിക്കണം. നമ്മൾ റമദാനികളല്ല ആകേണ്ടത്, നമ്മൾ റബ്ബാനികൾ ആകണം. പ്രിയമുള്ളവരെ, വിശദീകരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ പറയാം. റമളാനിലെ മാറ്റങ്ങൾ, റമളാനിൽ നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകി. റമളാനിൽ പ്രത്യേകമായി ഹിദായത്തല്ല, പക്ഷെ അല്ലാഹു നൽകിയ ഹിദായത്തിനെ റമളാനിൽ ഉൾക്കൊള്ളാൻ വേണ്ടി സാധിച്ചു. അങ്ങനെ റമളാൻ അവസാനിക്കുന്നതോടുകൂടി നമ്മൾ എല്ലാം അവസാനിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ നേടിയെടുത്ത എല്ലാ ബാഹ്യമായ കുറെ കാര്യങ്ങളുണ്ടല്ലോ, കുറെ ആന്തരികമായി നമ്മളുടെ അവസ്ഥകളെ കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിലെ ഖുത്ബയിൽ ചിലതൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. തുടർച്ചയായി പറയേണ്ട ചില കാര്യങ്ങളാകുന്നു, തുടർന്ന് പറയേണ്ട കാര്യങ്ങളാകുന്നു. നമ്മൾ റമളാനികൾ അല്ല ആകേണ്ടതെന്ന് പറയുമ്പോൾ റമളാനിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിധേയപ്പെട്ട് ജീവിച്ചവരാണെങ്കിൽ നമ്മൾക്ക് ആ വിധേയത്വം റബ്ബിനുള്ള വിധേയത്വമാണ്, റമളാനിനുള്ള വിധേയത്വമല്ല. റമളാനിനല്ല നമ്മൾ വിധേയപ്പെട്ടിട്ടുള്ളത്, അള്ളാഹുവിനാണ് വിധേയപ്പെട്ടിട്ടുള്ളത്. എങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ആ മാറ്റങ്ങളെ ഇനിയും നമ്മുടെ ജീവിതത്തിൽ തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കും. തുടർന്നു കൊണ്ടുപോകാൻ റമളാൻ നോമ്പ് മാത്രമേ അവസാനിച്ചിട്ടുള്ളൂല്ലോ. റമളാൻ നോമ്പിന്റെ കൂടെ നമ്മൾ നേടിയെടുത്ത കുറെ ഗുണങ്ങളുണ്ട്. നമ്മുടെ ബാഹ്യമായ തഖ്വ അതിന്റെ ആന്തരികമായ ഭാവങ്ങളാകുന്നു. ആ തഖ്വയെ നമ്മളിൽ നിന്ന് പ്രശോഭിപ്പിക്കുന്ന, തഖ്വയെ നമ്മളിൽ നിന്ന് ഇങ്ങനെ വെളിച്ചത്ത് കൊണ്ടുവരുന്ന കുറെ അടയാളങ്ങളുണ്ടല്ലോ, ആ അടയാളങ്ങൾ നമ്മളിൽ ഇനിയും ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ്
കൂനു റബ്ബാനിയീൻ എന്ന് പറയുന്ന ആ ആശയത്തെ നമുക്ക് സ്വീകരിച്ചു എന്ന് പറയാനാവുക. ഉദാഹരിച്ചു പറയാം. ഇപ്പോ റമദാനിൽ നമ്മളിൽ അധിക ആളുകളും ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഈ മഹല്ലുമായി ബന്ധപ്പെട്ട് ഈ പള്ളിയിലേക്ക് റമദാനിന് ബാങ്ക് കേട്ട് കഴിഞ്ഞ് സുബഹിന്റെ ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ സുബഹിന്റെ ജമാഅത്തിന് വരാൻ കഴിയുന്ന, അത് ഈ പള്ളി തന്നെ ആയിക്കൊള്ളുന്നില്ല, നമ്മൾ നമസ്കരിക്കുന്ന വേറെ ഏതെങ്കിലും പള്ളികളാവാം, അതിലേക്ക് പോയവരായിരിക്കുമല്ലോ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും. ബഹുഭൂരിഭാഗവും ഇവിടെ തന്നെ കൂടിയവരായിരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അതല്ലാത്ത തൊട്ടടുത്ത പ്രദേശങ്ങൾ കൂടുന്ന ആൾക്കാരുണ്ടാകും, കാരണം വീട് അടുത്താണ്, അതല്ലെങ്കിൽ വീടിന്റെ സ്ഥലത്താണ്, അതുകൊണ്ട് ആ പള്ളിയിൽ കൂടുന്നവരുണ്ടാകും. ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ ആശയം. സുബഹിന്റെ ജമാഅത്തായിക്കൊണ്ട് നമസ്കരിക്കാൻ റമദാനിൽ ശ്രമിച്ചിട്ടുണ്ടോ? അതിനുശേഷം റമദാൻ കഴിഞ്ഞതോടുകൂടി അത് അവിടെ തന്നെ പാടെ അവസാനിച്ചുവെങ്കിൽ നമ്മൾ റമദാനികളെ ആയിട്ടുള്ളൂ, റബ്ബാനികളായിട്ടില്ല. അള്ളാഹു റമദാനികളാകാനല്ല പറഞ്ഞിട്ടുള്ളത്, റബ്ബാനികളാകാനാ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഒരു ആശയം. അത് ആ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എത്രത്തോളം ആ വിഷയത്തിൽ അള്ളാഹുവിന്റെ പള്ളികളിലേക്ക് ജമാഅത്ത് നമസ്കാരത്തിന് വേണ്ടി വിളി കേട്ട് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സുബഹിയും അതേപോലെ തന്നെ ഫജ്ർ നമസ്കാരവും ഇശാവും, ഇത് രണ്ടും മിക്കവാറും ആളുകൾ, നല്ല ഒരു ശതമാനം ആളുകൾ അവരവരുടെ വീടുകളിൽ തന്നെ ജോലികളുടെ എല്ലാ കാര്യങ്ങളിൽ നിന്നും മുക്തരായിക്കൊണ്ട് വീടുകളിലേക്ക് ഒതുങ്ങാൻ സാധ്യതയുള്ള ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് പോലും അവർക്ക് റമളാനിലെ സുബഹി ജമാഅത്ത് അത് റമദാൻ കഴിഞ്ഞതോട് നിർത്തേണ്ടി വന്നിട്ടുണ്ടോ? ഇശാ ജമാഅത്ത് ഇശാഇന്റെ ജമാഅത്തിന് വേണ്ടി കൊണ്ട് ഒരുങ്ങി വന്നു, തറാവീഹൊക്കെ കഴിഞ്ഞിട്ട് പോയവരായ ആളുകളല്ലേ നല്ലൊരു ശതമാനം ആളുകൾ. അത് റമദാനോടുകൂടി ആ ഇശാ ജമാഅത്ത് അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടോ? നിങ്ങൾ നോക്കൂ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെട്ട് കിടക്കുന്നതാണ്. മൻ സ്വല്ലൽ ഇശാഅ ഫീ ജമാഅത്തിൻ കഅന്നമാ ഖാമ നിസ്ഫു ലൈല. വളരെ സുന്ദരമായ ഒരു ഹദീസാണത്. നമ്മളെ പ്രചോദിപ്പിക്കാൻ ഇതിനപ്പുറത്തേക്ക് വേറെ ഒന്നും വേണ്ട. മൻ സ്വല്ലൽ ഇശാഅ ഫീ ജമാഅത്തിൻ, ഇശാ ജമാഅത്തോടു കൂടി നമസ്കരിച്ച ഒരാൾ കഅന്നമാ ഖാമ നിസ്ഫ ലൈല, രാത്രി പകുതിയോളം നിന്ന് നമസ്കരിച്ച ആ പദവിയിലാണ് അയാൾ ഉണ്ടാവാൻ. രാത്രി പകുതിയിൽ നിന്ന് നമസ്കരിച്ച ആ പദവിയിലേക്ക് ഇശാ ജമാഅത്തിന് പങ്കെടുത്ത ഒരാളെ ആ പദവിയിലേക്ക് അള്ളാഹു ഉയർത്തിയിരിക്കുന്നു, ആ പ്രതിഫലം അയാൾക്ക് കൊടുത്തിരിക്കുന്നു. നമുക്കത് ഒരു മോഹമായിക്കൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടാവണ്ടേ? റമദാനിൽ മാത്രമല്ലല്ലോ, റമദാനിന് ശേഷവും ഇശാ ജമാഅത്തിന്റെ കാര്യത്തിൽ ഒരു അലംഭാവം തുടരുകയാണ് എങ്കിൽ, പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണെങ്കിൽ അത് ഉണ്ടാകരുത് എന്ന് ചിന്തിക്കാൻ ഈ ഹദീസ് നമ്മളെ പ്രചോദിപ്പിക്കണം. അപ്പൊ നമ്മൾ റമദാനികളല്ല, റബ്ബാനികളാണ് എന്ന് തെളിയിക്കാൻ സാധിക്കുന്നു. ഇനി അതേപോലെ തന്നെ നിങ്ങൾ നോക്കൂ, വമൻ സ്വല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ, സുബഹിന്റെ ജമാഅത്തിൽ ഒരാൾ പങ്കെടുത്തോ, ആ ജമാഅത്തിൽ അയാൾ നമസ്കരിച്ചോ, ഫകഅന്നമാ സ്വല്ലൽ ലൈല കുല്ലഹു, രാത്രി മുഴുവൻ നമസ്കരിച്ചവനെ പോലെയാണ്. ഈ ഒരു പ്രതിഫല വാഗ്ദാനം എന്തിനാ? ആ പ്രതിഫല വാഗ്ദാനം നമ്മളെ പ്രചോദിപ്പിക്കാനാ. ഈ പ്രതിഫലം എനിക്ക് കിട്ടുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഒരിക്കലും ലംഘിക്കപ്പെടാത്ത ഓഫറാണ്. റബ്ബിന്റെ ഓഫറിൽ കളങ്കമില്ല, ഏതെങ്കിലും അർത്ഥത്തിൽ എന്തെങ്കിലും തട്ടിപ്പില്ല. റബ്ബ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കും. എന്റെ ഈമാനാണത്, ആ ഈമാൻ അനുസരിച്ചിട്ട് അത് കിട്ടട്ടെ. എനിക്ക് ഈ സമയത്ത് ഉറങ്ങല്ല വേണ്ടത്, ഞാൻ അവിടെ എത്തണം എന്ന് ചിന്തിക്കാൻ സാധിക്കുന്നിടത്ത് നമ്മളുണ്ടോ? നമ്മൾ റമദാനികളല്ല, റബ്ബാനികളാണ്. അതാലോചിക്കാൻ ആ ഹദീസ് നമുക്കൊരു വലിയ പാഠമാണ്. റബ്ബാനികളാകണം എന്നുള്ള ആശയം കൂടി ആ ആയത്തിൽ ആ ആശയം കൂടി ചേർത്ത് വെച്ച് ആലോചിക്കുക. ഇനി ഇതേപോലെ തന്നെ നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസ് ഇമാം അബൂ ദാവൂദ്, തിർമിദി, ബൈഹഖി പോലെയുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്ന സ്വഹീഹാണ് എന്ന് ഹദീസിന്റെ പണ്ഡിതന്മാർ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ള മറ്റൊരു ഹദീസാണ്. ബശ്ശിരിൽ മശ്ശാഈന ഫിൽ ളുലമി ഇലൽ മസാജിദ്. ഇരുട്ടത്താണെങ്കിലും ആ ഇരുട്ട് സമയത്ത്, രാത്രി ഇരുട്ടിന്റെ വെളിച്ചമില്ലാത്ത സമയം, അതാണ് ഇരുട്ട്. ആ വെളിച്ചമില്ലാത്ത സമയം സുബഹിന്റെ നമസ്കാരത്തിന് വരുന്ന കാര്യമാകാം, അല്ലെങ്കിൽ ഇശാ നമസ്കാരത്തിന് വരുന്ന കാര്യമാകാം. ആ ഒരു സമയത്ത് പള്ളികളിലേക്ക് നടന്നു പോകുന്നവർക്ക് സന്തോഷ വാർത്തയാണത്. എന്താ സന്തോഷം എന്നറിയോ? ബിന്നൂരി താം യൗമൽ ഖിയാമ, യൗമുൽ ഖിയാമയിൽ അയാളോടൊപ്പം വല്ലാത്ത ഒരു പൂർണ്ണമായ പ്രകാശം ഉണ്ടാകുന്ന, യോമുൽ ഖിയാമയിൽ പ്രകാശത്തിന്റെ പൂർണ്ണതയിലായിരിക്കും. ആ യോമുൽ ഖിയാമയുടെ അവസ്ഥ ആലോചിക്കുന്ന ഏതൊരു മനുഷ്യനാണ് ആ പ്രകാശം നിരസിക്കാൻ സാധിക്കുക? നിങ്ങൾ ആലോചിച്ച് നോക്കൂ.
സ്വഹീഹായി വന്ന ഒരു ഹദീസിൽ അള്ളാഹുവിന്റെ ഓഫർ കിട്ടുകയാണ്. ആ ഓഫറിൽ ഇതിവിടെ നിസ്കരിച്ചാലും മതി എന്ന് ചിന്തിക്കുന്നതിന് അവരെ നമ്മളെ പ്രചോദിപ്പിക്കണം. ഹദീസ് ഈ സംസാരമല്ല പ്രചോദിപ്പിക്കേണ്ടത്, മറിച്ച് ആ ഹദീസ് നമ്മൾക്കൊരു പ്രചോദനമാകണം. എനിക്ക് ഒരു വളരെ ശക്തമായ ഇരുട്ടിൽ തപ്പിത്തടയേണ്ടി വരുന്ന ഒരു പ്രകാശവും ഇല്ലാത്തവണ്ണം ഞാൻ ഗതികേടേണ്ടി വരുന്ന ഒരു യൗമുൽ ഖിയാമ റബ്ബിന്റെ അടുക്കൽ വരാനുണ്ട്. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അവിടെ പ്രകാശം കിട്ടാൻ, എനിക്ക് പ്രകാശം അത് പൂർണ്ണ അർത്ഥത്തിൽ കിട്ടാൻ എന്താ ചെയ്യേണ്ടതുള്ളൂ? ഇതാ ഇശാ, അത് പിന്നെ ഇരുട്ടത്ത് വരേണ്ട പള്ളിയിലേക്ക് വരേണ്ട നിസ്കാരമാണ്. അപ്പോൾ ആ ളുലും ആ ഇരുട്ടത്ത് പള്ളിയിലേക്ക് വന്ന് ജമാഅത്തായിട്ട് നമസ്കരിക്കുന്നു. അതേപോലെ ഫജ്ർ, ആ ഫജ്റിന്റെ സമയത്തുണ്ടാകും ഒരു ഏകദേശം ഒരു ഇരുട്ട്, ആ ഇരുട്ടത്ത് വരുന്നു. അപ്പോൾ ആ ളുലുമിൽ ഇരുട്ടിന്റെ സമയത്ത് പള്ളിയിലേക്ക് വരുന്നവർക്കുള്ള സന്തോഷം, ആ സന്തോഷം അനുസരിച്ചുകൊണ്ട് നമുക്ക് അതിനെ പ്രചോദനമായി ഉൾക്കൊണ്ടുകൊണ്ട് ഈ വിഷയം സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുക. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പ്രധാനപ്പെട്ടെന്ന് പറയുമ്പോൾ നമ്മൾക്ക് റമദാനികൾ ആകാതിരിക്കാൻ, കാരണം നമ്മൾ പരിശീലിച്ച പരിശീലനമുണ്ട് അവിടെ, അത് വെച്ചുകൊണ്ടാണ് പറയുന്നത് റമദാനികൾ ആകാതിരിക്കാൻ നമുക്കതിന് സാധിക്കണം, നമ്മൾ റബ്ബാനികളാകണം എന്ന ആയത്ത്. ഇനി ഇതേപോലെ രണ്ടാമതൊന്ന്, നമ്മൾക്ക് റമദാനികളാവാതെ റബ്ബാനികളാകാൻ ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം, രാത്രി നമസ്കാരം നമ്മൾ ശീലിച്ചു പോന്ന ഒന്നാണ്. അത് ഇശാ നമസ്കാരത്തിന് ശേഷം തറാവീഹായിട്ടാണ് നമസ്കരിച്ചത്. അത് തറാവീഹായിട്ട് നമസ്കരിച്ച ആളുകൾ 11 റക്അത്ത് വരെ നമസ്കരിച്ചിട്ടുണ്ട്. ആ 11 റക്അത്തും അങ്ങനെ പൂർണ്ണമായിട്ട് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും കേവലം ഒരു 3 റക്അത്തെങ്കിലും അത് ഇശാ നമസ്കാരം കഴിഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ നമസ്കരിക്കാൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ. അങ്ങനെ ഒരു 3 റക്അത്തെങ്കിലും, ഇനി അതിനും കഴിയാത്തൊരു സന്ദർഭം ഉണ്ടാകുമ്പോൾ ഒറ്റയായിക്കൊണ്ട് ഇശാഇന്റെ 2 റക്അത്ത് റവാത്തിബ് കഴിഞ്ഞ ശേഷം 1 റക്അത്തെങ്കിലും എന്ന് പറയാൻ, അതൊന്നും അല്ലട്ടോ, എന്നാൽ പോലും അതെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ നമ്മൾക്ക് ഒരല്പമെങ്കിലും ഞാൻ റമദാനിയല്ല, ഞാൻ റബ്ബാനിയാണ് എന്ന് റബ്ബിനോട് പറയാൻ സാധിക്കുന്ന ഒരു അരികത്ത് നമ്മൾ ഉണ്ടാകും. അപ്പൊ അങ്ങനെയെങ്കിലും ശ്രമിക്കണം. കാരണം അത് റമളാനിൽ നമ്മൾ ശീലിച്ചു പോകുന്ന ഒരു ശീലമാണ്. 11 റക്അത്ത് ജമാഅത്തായിട്ട് നമസ്കരിച്ചു. പക്ഷെ ഇരിക്കട്ടെ, ആ ജമാഅത്ത് നമസ്കാരം അവിടെ അവസാനിച്ചു എന്ന് പറയാം. എന്നാലോ വീടുകളിൽ വെച്ച് ഒരല്പം നേരത്തെ എണീറ്റ് സുബഹിക്ക് ജമാഅത്തിന് പള്ളിയിലേക്ക് പോകണം എന്നുകൂടി ആലോചിച്ചുകൊണ്ട് ഒരു 10-20 മിനിറ്റ് മുമ്പ് എണീറ്റാൽ തന്നെയും നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ ഒരു 5 റക്അത്ത്, ഒരു 3 റക്അത്തൊക്കെ വുളൂ ചെയ്ത് നിസ്കരിക്കാൻ ഒരു പ്രയാസം ല്ലോ ഉണ്ടാവൂല. പ്രയാസം നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ ആ വിഷയത്തിലുണ്ട്, അതിന് കിട്ടുന്ന പ്രതിഫല വാഗ്ദാനങ്ങളുണ്ട്. അതിനൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കിട്ടുന്ന ആ പ്രതിഫലത്തെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പോൾ റബ്ബിന്റെ അടുക്കൽ സ്വർഗത്തിൽ വല്ലാത്ത അവർക്ക്, പിന്നെ പരിശുദ്ധ ഖുർആൻ തന്നെ അതേക്കുറിച്ച് പറഞ്ഞു. പിന്നെ തഹജ്ജുദ് നമസ്കരിക്കുന്ന, രാത്രി ഉറങ്ങി നമസ്കരിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ ലഭ്യമാകാനിരിക്കുന്ന ആനന്ദങ്ങളെ കുറിച്ച് സൂറത്ത് സജ്ദയിലെ ആയത്തുകളൊക്കെ ആ വിഷയത്തിൽ വളരെ ശക്തമായി കൊണ്ട് നമ്മുടെ മുമ്പിലൊക്കെ ഉള്ള ആയത്തുകളും അതേപോലെ അധ്യാപനങ്ങളുമാകുന്നു. ഇതേപോലെ തന്നെ നിങ്ങൾ നോക്കൂ, നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു കാര്യം നിങ്ങൾ നോക്കൂ. റസൂലുള്ളാഹി ഹദീസ്, ഈ വിഷയത്തിൽ വന്ന ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനോട് ഈ രാത്രി നമസ്കാരത്തെ കുറിച്ച് പറയുകയാണ്. ഖാല ലീ റസൂലുള്ളാഹ്, അല്ലാഹു റസൂൽ എന്നോട് പറയുകയുണ്ടായി, യാ അബ്ദല്ലാഹ്, അല്ലാഹുവിന്റെ ദാസ എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് പറയുകയുണ്ടായി, ലാ തകുൻ മിസ്ല ഫുലാൻ. വളരെ ശ്രദ്ധേയമായ ഹദീസാണ്. നീ ഇന്ന ഒരാളെ പോലെ ആകരുത്, ഒരു ഫുലാനെ പോലെ ആകരുത്. അയാൾ എന്താ പ്രശ്നം? കാന യഖൂമുൽ ലൈൽ ഫതറക ഖിയാമൽ ലൈൽ. അയാൾ രാത്രി നിന്ന് നമസ്കരിച്ച ഒരാളാണ്, പക്ഷേ പിന്നീട് അയാൾ അത് ഉപേക്ഷിച്ച് കളഞ്ഞു. ഇപ്പൊ രാത്രി നമ്മൾ തറാവീഹ് നമസ്കാരം, രാത്രി നിസ്കാരമാണല്ലോ, അത് ഉറങ്ങിയെല്ലാം നിസ്കരിച്ചത് രാത്രി നിസ്കാരമാണ്. രാത്രി ഉറങ്ങി നിസ്കരിക്കുമ്പോൾ തഹജ്ജുദാകും. അപ്പൊ രാത്രി നമസ്കരിച്ച ആൾ അത് ഒഴിവാക്കുക എന്നുള്ളത്, അങ്ങനെ ഒരാളെ പോലെ അബ്ദുല്ലാഹി ഇബ്നു അംറെ താങ്കൾ ആകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അത് നമ്മോട് കൂടിയുള്ള ഒരു ഉപദേശമാണ്. കാരണം യാ അബ്ദല്ലാഹ്, അല്ലാഹുവിന്റെ ദാസ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഹദീസിലെ ഉണർത്തലുള്ളത്. സ്വഹീഹുൽ ബുഖാരിയിൽ വന്നിട്ടുള്ള ഹദീസാണ്.
ആണ് അത് എന്ന് നമ്മൾ ഓർക്കുക. അപ്പോൾ പരമ്പര സ്വഹീഹായി വന്നിട്ടുള്ള ഹദീസുകൾ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നു. ഇതേപോലെ തന്നെ ഖുർആൻ പാരായണത്തെ കുറിച്ച്, ഖുർആൻ പാരായണവും റമളാനിൽ കൂടുതൽ ചെയ്തവരായ ആളുകളാണ്. റമളാൻ കഴിഞ്ഞതോടുകൂടി നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിലോ നമ്മൾ റമളാനികളാണ്. ഖുർആന്റെ പഠനവും പാരായണവും റമളാനിന് ശേഷവും ഒരല്പമാണെങ്കിലും, അത്രയൊന്നുമില്ല, ആ റമളാനിൽ നമ്മൾ ഇത്ര പഠിക്കണം എന്ന് ടാർഗറ്റ് വെച്ചുകൊണ്ട് മുന്നോട്ട് പോയവരാണ്. അങ്ങനെ എത്ര ടാർഗറ്റ് വേണ്ട, ഒരല്പം കുറച്ചാലും കുഴപ്പമില്ല. എന്നാലും ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു പേജ് ഖുർആൻ പഠിക്കാൻ, അല്ലെങ്കിൽ ഒരു ആയത്ത് ഖുർആൻ പഠിക്കാൻ, ഓതാനും പഠിക്കാനും ഒക്കെയുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ റമളാനികളല്ല, റബ്ബാനികളാണ്. അപ്പോൾ ആ റബ്ബാനിയത്തായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. ഈ വിഷയത്തിലുമൊക്കെ തന്നെ ഒരുപാട് ഹദീസുകളുണ്ട്. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസിയായ ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ കിതാബ് പാരായണം ചെയ്യുകയാണ് എങ്കിൽ അയാൾ ഉപമിച്ചപ്പോൾ ഉപമ എന്താണ്? സത്യവിശ്വാസി മുഅ്മിനായ മനുഷ്യൻ ഖുർആൻ പാരായണം ചെയ്യുകയാണ് എങ്കിൽ അയാളുടെ ഉപമ മിസ്ലുൽ ഉത്രിജ, അയാളുടെ ഉപമ ഉത്രിജത്ത് പോലെയാകുന്നു. ഉത്രിജത്ത് എന്ന് വന്നിട്ട് ഉത്രിജത്ത് എന്ന് 2 പ്രയോഗങ്ങൾ ഹദീസിൽ വന്നിട്ടുണ്ട്. ഏതായിരുന്നാലും ഉത്തിരിജത്ത് പോലെയാകുന്നു. ഉത്തിരിജത്ത് എന്ന് പറഞ്ഞ നീർമാതളം പോലെയുള്ള പഴങ്ങൾക്കാണ് പറയാ. എന്ന് പറഞ്ഞാൽ അതിന്റെ സുഗന്ധവും നല്ലതാണ്, രുചിയും ടേസ്റ്റും നല്ലതാണ്, ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ് ഉള്ളത്. ഇങ്ങനെ ഒരവസ്ഥയായിരിക്കും സത്യവിശ്വാസി ഖുർആൻ പഠിക്കുകയും പാരായണം ചെയ്യുമ്പോൾ ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ ഖുർആൻ പഠിക്കുന്ന ആ ആശയം അനുസരിച്ച് ആളുകൾക്ക് ഗുണം ചെയ്യുന്ന, ആളുകൾക്കിടയിൽ നന്മയുള്ള വ്യക്തിത്വം നിറഞ്ഞൊരു വ്യക്തിയാകും. അതോടൊപ്പം അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രവർത്തനം ഉള്ളും പുറവും നല്ലത് എന്നുള്ള നിലക്ക് അയാൾ പൂർണ്ണമായിട്ടും സത്യവിശ്വാസി ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നിർമാതളം പോലെയുള്ള സുഗന്ധം വമിക്കുന്ന ഒരു അവസ്ഥയും അയാളുടെ ജീവിതാവസ്ഥകൾ മുഴുവൻ രുചികരമായ അനുഭവങ്ങൾ ആളുകൾക്ക് പകർന്നു കൊടുക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയുമാകും അയാൾ എന്നതാണ്. അവ ഖുർആൻ പഠിക്കുക, വായിക്കുക എന്നുള്ളത് ആ അർത്ഥത്തിൽ. ഇനിയോ ഖുർആൻ വായിക്കാൻ സത്യവിശ്വാസിയാണ് എങ്കിൽ അയാൾ തമ്രത്തിനെ പോലെയാണെന്ന് പറഞ്ഞു. തമ്രത്ത് എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴം. ഈത്തപ്പഴത്തിന് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും, ടേസ്റ്റുകളൊന്നും, ഈ പുറമേക്ക് പിന്നെ കാണാനുള്ള പിന്നെ ഈ സുഗന്ധമൊന്നുമില്ല. പക്ഷേ തിന്നുമ്പോഴോ അതിന്റെ നല്ല രുചി അതിലത്രമേൽ പിന്നെ ആകർഷകമാണ്. അപ്പൊ ആകർഷകമാണ് അയാളുടെ വ്യക്തിത്വം. പക്ഷേ അത്ര അങ്ങോട്ട് പുറമേക്ക് കാണാൻ മാത്രം ഒരു സുഗന്ധം അമിപ്പിക്കുക, അതൊന്നും ഇല്ലാത്ത ഒരാളാണ് ഖുർആൻ വായിക്കാത്ത അല്ലെങ്കിൽ പഠിക്കാത്ത സത്യവിശ്വാസി. നമ്മൾ അതല്ല ഉണ്ടാവേണ്ടത്. കാരണം റമളാനിൽ നമ്മൾ ഇത് ശീലിച്ചു പോന്നിട്ടുണ്ട്. ആ ശീലത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നിർമാതളം പോലെ ആളുകൾക്ക് സുഗന്ധം അമിപ്പിക്കുകയും നമ്മൾ സ്വയം സുഗന്ധം സ്വീകരിക്കുകയും ചെയ്യുന്ന അർത്ഥത്തിലേക്ക് വളരുക, അങ്ങനെയൊക്കെയുള്ള ആശയങ്ങളെ ഉൾക്കൊള്ളുക എന്നുള്ള അടിസ്ഥാനത്തിൽ നമുക്ക് റബ്ബാനികളാകാൻ സാധിക്കണം, റമളാനികൾ ആവുക എന്നുള്ളതല്ല ഉണ്ടാകേണ്ടത് എന്നുള്ള ഒരു ആശയത്തെ നമ്മൾ സ്വീകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ വിഷയത്തിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ബഹുമാന്യരെ, അല്ലാഹുവിന്റെ ദീനിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. പറഞ്ഞു വന്നത് വളരെ ലളിതമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധയിൽ ഉണ്ടാകണം. കാരണം റമളാനോടുകൂടി എല്ലാം അവസാനിപ്പിച്ചു എന്നുള്ളതല്ലല്ലോ ഉണ്ടാവേണ്ടത്. മറിച്ച് അതിൻ്റെ ഒരു ഹുർമത്ത് കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നിടത്തോളം നമ്മളതിങ്ങനെ ജാഗ്രത കാണിച്ചുകൊണ്ട് കാത്തു സൂക്ഷിക്കുക. അതിനാണ് തഖ്വ എന്ന് പറയും. ഈ തഖ്വയും ഖശിയത്തും വല്ലാത്ത കാര്യങ്ങളാണ്. തഖ്വയും ഖുശൂഉം ഖശിയത്തും ഇതൊക്കെ വലിയ കാര്യങ്ങളാണ്. തഖ്വ നമ്മുടെ ഇബാദത്തുകളെ കൊണ്ട് നമ്മളിങ്ങനെ നേടിയെടുത്തിട്ട് അതിനെ ഒറ്റയടിക്ക് ഇല്ലാതെയാക്കുന്ന ഒരു അവസ്ഥ എന്തുമാത്രം ഭാഗ്യദോഷമാണ്, അല്ലെങ്കിൽ അത്ര വലിയ നഷ്ടമാണ് നമുക്കതുകൊണ്ട് ഉണ്ടാവുക എന്നുള്ള ഒരു ആശയം അത് നമ്മൾ ഉൾക്കൊള്ളണം എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവെ ഇഷ്ടത്തോടുകൂടി അവനെ സ്നേഹിക്കാൻ സാധിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനകളെ ഈ അടിസ്ഥാനത്തിൽ നമുക്ക് സ്വർഗത്തിലേക്ക് എത്തണം എന്നുള്ളത് മാത്രമല്ല, യൗമുൽ ഖിയാമയിൽ നമ്മൾ തപ്പിത്തടയരുത്, ഇരുട്ടിൽ ഇല്ലാതെ പിന്നെ വെളിച്ചം കിട്ടാ തപ്പിത്തടയരുത് എന്നുള്ള ഒരു വലിയ കാര്യം, വലിയ ഒരു നിഅമത്ത്, ഒരു അനുഗ്രഹം, തൗഫീഖ്, കാരുണ്യം, അത് കിട്ടാനുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ദുനിയാവിൽ ചെയ്യുക. അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുക. അങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണ് നമ്മൾക്ക് ഈ തഖ്വയെ നിലനിർത്താൻ ഏറ്റവും അനിവാര്യമായിട്ടുള്ളത്. അത് നമ്മൾ ബാഹ്യമായി ഇത്തരം കാര്യങ്ങളെയൊക്കെ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സ്വാഭാവിക
സ്വാഭാവികമായിട്ടും ആന്തരിക വിശുദ്ധി കൂടി നമുക്ക് അത് മുഖേന ആർജിക്കാൻ സാധിക്കും എന്നുള്ളത് കൂടി അതിന്റെ ഭാഗമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബിയോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനോട് ഉപദേശിച്ച ഒരു ഉപദേശമുണ്ട്. ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത വഅത്ബിഇസ് സയ്യിഅത്തൽ ഹസനത തംഹുഹാ വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ എന്ന് പറയുന്നുണ്ട്. ഏത് സമയത്താണെങ്കിലും അല്ലാഹുവെ സൂക്ഷിക്കണം. റമദാനിൽ അല്ലാഹുവിനെ സൂക്ഷിച്ചു പോരാ, ഏത് സമയത്തും എവിടെയാണെങ്കിലും അല്ലാഹുവിനുള്ള തഖ്വ. എനിക്ക് എന്റെ റബ്ബിനെ ഇഷ്ടമാണ്, എന്റെ റബ്ബിനോട് സ്നേഹമാണ്, അതുകൊണ്ട് റബ്ബിന്റെ കൽപ്പനകളെ ഞാൻ സ്വീകരിക്കാൻ സന്നദ്ധരാണ് എന്നുള്ള നിലക്കുള്ള തഖ്വയുണ്ടല്ലോ, അത് നമുക്കുണ്ടാവണം. അതേപോലെ തന്നെ ആ തഖ്വയോടുകൂടി മുന്നോട്ട് പോകുമ്പോ നമുക്ക് എന്തെങ്കിലും വീഴ്ച വന്നാലോ ആ വീഴ്ചയെ മറക്കുന്ന, വീഴ്ചയെ പൊറുക്കാൻ സാധിക്കുന്ന രീതിയിൽ നന്മ കൂടുതൽ ചെയ്യുന്ന ഒരു മനസ്സുണ്ടാവുക. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതുകൊണ്ടാണ്. നമ്മളൊരു തിന്മ അഥവാ ചെയ്തു പോയാൽ തഖ്വയോടുകൂടി മുന്നോട്ട് പോകണം. മുന്നോട്ട് പോകുമ്പോൾ തിന്മ എങ്ങാനും വന്ന് ഭവിച്ചു കഴിഞ്ഞാൽ ആ തിന്മയെ മായ്ച്ചു കളയുന്ന ഒരു നന്മ നമ്മൾക്ക് നേടിയെടുക്കാൻ സാധിക്കണം. അതോടൊപ്പം തഖ്വയുടെ വലിയ ഒരു പിന്നെ അതിങ്ങനെ പകർന്നു കൊടുക്കുക എന്നുള്ള നിലക്ക് വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, ജനങ്ങളോട് നല്ല പേഴ്സണാലിറ്റിയോടുകൂടി വ്യക്തിത്വം, നമ്മുടെ വ്യക്തിത്വത്തിന് നല്ല നിദർശനങ്ങൾ ജനങ്ങൾക്ക് മുമ്പ് നമ്മുടെ കാണാൻ സാധിക്കണം. ജനങ്ങളോട് നല്ല രീതിയിൽ ഒരു പെരുമാറ്റം നമുക്ക് കാണാൻ സാധിക്കണം, പ്രകടിപ്പിക്കാൻ സാധിക്കണം. ഇതൊക്കെ വലിയ കാര്യങ്ങളാണ്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമ്പോൾ നമ്മൾ റമദാനികളല്ല, റബ്ബാനികൾ തന്നെയാണ് എന്ന് സ്വയം തെളിയിക്കാൻ സാധിക്കും. അങ്ങനെ റബ്ബാനികളായിക്കൊണ്ട് റബ്ബിനെ കണ്ടുമുട്ടാനുള്ള, റബ്ബിന്റെ ആളുകളായിക്കൊണ്ട് റബ്ബിനെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് അല്ലാഹുവേ നീ ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ എന്ന് നാം പ്രാർത്ഥിക്കുക. അല്ലാഹുവേ നീ കനിയണമേ, നീ അനുഗ്രഹിക്കണമേ. റമദാനിൽ നേടിയെടുത്ത നന്മകളെ പാടെ തകർക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള തത്വബോധം, നിന്നോടുള്ള ഇഷ്ടം നീ ഞങ്ങൾക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളിൽ സംഭവിച്ചു പോകുന്ന തെറ്റുകളും കുറ്റങ്ങളും വീഴ്ചകളുമെല്ലാം ഞങ്ങളോടെല്ലാവരോടും നീ മാപ്പാക്കണമേ നാഥ. അല്ലാഹുവേ ഞങ്ങളുടെ റമദാനിലെ എല്ലാ സൽക്കർമ്മങ്ങളും ഞങ്ങൾ സ്വീകരിക്കണമേ റബ്ബേ. റമദാനിൽ ഞങ്ങൾ നോറ്റ നോമ്പുകളും റമദാനിലെ ഞങ്ങളുടെ ഖുർആൻ പഠനങ്ങളും ദാനധർമ്മങ്ങളും സക്കാത്തും അടക്കമുള്ള എന്തൊക്കെ നന്മകൾ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ നിന്റെ അടുക്കൽ നീ സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി ജന്നാത്തുൽ ഫിർദൗസിലേക്ക് ഞങ്ങളെ നീ ചേർക്കണമേ റഹ്മാനായ നാഥ. അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ പല അർത്ഥത്തിൽ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കുറെ ആളുകൾ, അല്ലാഹുവേ നീ പ്രയാസങ്ങൾക്ക് പരിഹാരം നൽകി അനുഗ്രഹിക്കണമേ. കടങ്ങൾ വീടാനുള്ള തൗഫീഖ് നൽകണമേ. ആരോഗ്യപരമായി ആഫിയത്ത് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് ഞങ്ങൾക്ക് മുൻപേ ദുനിയാവിനോട് വിട പറഞ്ഞവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ അവരുടെ ഖബർ ജീവിതം നീ വിശാലമാക്കി കൊടുക്കണമേ നാഥ. ഞങ്ങളെയും അവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ റബ്ബേ. ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളുടെ ഇണകളിൽ ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബന ഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين وسلام على المرسلين.